ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം ബെത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. പരിശുദ്ധ ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ ഒരു ദൂതൻ ആട്ടിടയരുടെ അടുക്കൽ വരികയും ക്രിസ്തു എന്ന രക്ഷിതാവ് ഈ ലോകത്തിലേക്ക് ഭൂജാതനായ വിവരം അറിയിക്കുകയും ചെയ്തതിന് പിന്നാലെ ഇതാ ഇപ്പോൾ നമ്മൾ കാണുകയാണ്, സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ആ പ്രധാന ദൂതൻ്റെ ഒപ്പം ചേർന്നുകൊണ്ട് ആ ആട്ടിടയരുടെ സാധു സംഘത്തെ അഭിസംബോധന ചെയ്ത് അവരോട് സംസാരിക്കുന്ന ആ ഒരു നല്ല മുഹൂർത്തം. വെയിലിലും തണുപ്പിലും മഞ്ഞിലും മഴയിലും അലയുന്ന സമൂഹത്തിലെ ഏറ്റവും താഴെയുള്ള സ്ഥാനം മാത്രം അലങ്കരിക്കുന്ന ആട്ടിടയർ. എന്നാൽ നമ്മൾ കാണുകയാണ്, ദൈവത്തെ പുകഴ്ത്തുന്ന സ്വർഗീയ സൈന്യത്തിന് സമൂഹത്തിലെ ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, പലവിധ കഠിനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ആട്ടിടയരോടാണ് അവർക്ക് പ്രേമം. അങ്ങനെയുള്ള ആ വിഭാഗം ആളുകൾ പ്രയാസങ്ങളിലൂടെയും പലവിധ ക്ലേശങ്ങളിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നു പോകുന്ന ആളുകൾ, ആ ആളുകൾ എത്ര വലിയ സ്ഥാനമാണ് അലങ്കരിക്കുന്നത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എന്ന് നമ്മെ കാണിച്ചു തരുന്ന ഒരു വേദവാക്യം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരുടെ അടുക്കിലേക്ക് വരുന്ന ദൈവം, സമാധാനത്തിലും ശാന്തിയിലും ജീവിക്കുവാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. നമുക്ക് തന്നിട്ടുള്ള കൃപകളിലും അനുഗ്രഹങ്ങളിലും ഒട്ടും അഹങ്കരിക്കാതെ, നമുക്ക് തന്നിട്ടുള്ള സഹനങ്ങളിലും വ്യസനങ്ങളിലും ദുരിതങ്ങളിലും ദാരിദ്ര്യത്തിലും പരിഭവിക്കാതെ ദൈവത്തോട് കൃതജ്ഞത കാത്തു പരിപാലിക്കുന്ന, ഹൃദയ വിശുദ്ധി സൂക്ഷിക്കുവാൻ സാധിക്കുന്ന, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിക്കുവാൻ സാധിക്കുന്ന വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ, ജഡീകരായ പച്ച മനുഷ്യരായ നാം ഓരോരുത്തരും ശാരീരികമായ പ്രവൃത്തികളിൽ വ്യാപൃതരാവാതെ, എന്താണ് ആ ശരീരത്തിൻ്റെ പ്രവൃത്തികൾ? നമ്മളത് പലവട്ടം വായിച്ചിട്ടുള്ളതാണ്. ദുർനടപ്പ്, അശുദ്ധത, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, പിണക്കം, തർക്കം, കോപം, ശാഠ്യം, ഭിന്നത, കക്ഷിമത്സരം, പക, അസൂയ, കൊലപാതകം, മദ്യപാനം, വെറിക്കൂത്ത്, ജാരശങ്ക, അങ്ങനെ ആ ലിസ്റ്റ് നീണ്ടു കിടക്കുകയാണ്. ഈ വക കാര്യങ്ങൾ, പ്രവൃത്തികൾ ചെയ്യുന്ന, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാകാതെ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ, മറ്റുള്ളവർക്ക് വ്യസനം വരുത്തുന്ന ഒന്നും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാതെ, അറിഞ്ഞും അറിയാത്തതുമായ കാര്യങ്ങൾ പെരുപ്പിച്ച് പറഞ്ഞ്, പരദൂഷണം പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ, ദോഷമായത് ചിന്തിക്കാതെ, ദോഷമായത് പ്രവർത്തിക്കാതെ, ദോഷമായത് സംസാരിക്കാതെ, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യരായി ജീവിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ ആ ദൂതസംഘം ദൈവത്തെ പുകഴ്ത്തുന്ന ആ സംഗീതം അത് നമുക്കായിട്ടാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ സാധിക്കുന്ന നമ്മൾ ഓരോരുത്തരും തിരിച്ച് ദൈവസമാധാനം നമുക്ക് ദൈവം സമ്മാനമായി തരുന്ന നിമിഷങ്ങൾ, ദിവസങ്ങൾ, നമ്മുടെ ഒരു മനുഷ്യ ആയുസ്സ്. ദൈവമേ, സമാധാനത്തിൽ നിൻ്റെ ശാന്തിയിൽ ജീവിക്കുവാൻ സാധിക്കുക എന്ന ആ ഒരു വലിയ അനുഗ്രഹം, ആ അനുഗ്രഹത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അർഹതയുള്ളവരാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.